സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. സഹോദരങ്ങളെ, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനും യേശുവിന് വേണ്ടി ജീവിക്കാനും എന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചിന്തയാണ് ഞാനും നിങ്ങളും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ആദിമ ഇസ്രായേൽ സമൂഹത്തിന് എന്നും പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടായത് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വി ആർ ദ ചോസൺ വൺസ് എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ, ലോകത്തിൽ അടുത്തയിടെ നൊബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന 500 പേരുടെ ലിസ്റ്റ് എടുത്താൽ 300 പേരും യഹൂദരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകത്തെ ചലിപ്പിക്കുന്ന ചിന്ത കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികൾ യഹൂദ വംശജരാണ്. യഹൂദന്മാരിൽ നിന്നാണ് ഒരുപാട് പാണ്ഡിത്യമുള്ള വ്യക്തികൾ വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു രാജ്യവും അവർക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ അവസരം കൊടുക്കാതിരുന്നിട്ടും ഇന്നും യഹൂദ സമൂഹം പിടിച്ചു നിൽക്കുന്ന സമൂഹമാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തിന് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടായത്? അവരുടെ ഉള്ളിൽ തീ പോലെ എന്നും ഉണ്ടായിരുന്നൊരു ചിന്തയാണ് വി ആർ ദ ചോസൺ വൺസ്. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ നമ്മളിലേക്ക് തന്നെ നോക്കാതെയും നമുക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1:26 പറയുന്ന വചനം നമുക്ക് പരിചിതമാണ്. നിങ്ങളുടെ ദൈവ വിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. അച്ഛന്മാരുടെ ദൈവവിളിയെക്കുറിച്ചോ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളിയെക്കുറിച്ചോ അല്ല ഇത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സാധാരണക്കാരായ വിശ്വാസികളെ നോക്കിക്കൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ സമയം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വചനം പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഘോഷിക്കുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ദൈവം നിന്നെ ഉയർത്തിയത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഫറവോ എന്നത് ഒരു വിജാതീയ രാജാവാണ്. ഫറവോ എന്നത് ഒരു വിജാതീയ സ്ഥാനപ്പേര് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരുപാട് ഫറവോമാരുണ്ടായിരുന്നു. ഒരുപാട് ഫറവോമാർ ഇസ്രായേലിനെ ഭരിച്ചിട്ടുണ്ട്. അതൊരു ചെയറിൻ്റെ പേരാണ്, ഒരു പൊസിഷൻ്റെ പേരാണ്.
അപ്പോൾ ഈ പൊസിഷനെ കുറിച്ച്, ഈ ചെയറിനെ കുറിച്ചുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ ദർശനമാണ് പൗലോസ് അപ്പോസ്തലൻ നാളുകൾ കഴിഞ്ഞപ്പോൾ റോമായിലെ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ എഴുതുന്നത്. ഇതാ, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറഞ്ഞു, ഭൂമിയിൽ എങ്ങും ദൈവത്തിൻ്റെ നാമം ഘോഷിക്കുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ഇതിൻ്റെ മൂലവചനം കിടക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ഫറവോ, നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഒരു വിജാതീയ രാജാവിനെ കുറിച്ച്, അപരിച്ഛേദനായ ഒരു രാജാവിനെ കുറിച്ച് സ്വർഗത്തിലെ പിതാവിന് ഇത്ര കണ്ട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എത്ര കണ്ട് വിശാലമായിരിക്കും? എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്ര കണ്ട് വിശാലമായിരിക്കും? സത്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണ്ട നമുക്ക് വിശ്വസിക്കാൻ. ഇത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കേരളത്തിൽ വൈദികരെ തന്നെ 2 ഗണമായി ദൈവജനം തിരിച്ചു കളഞ്ഞ്. 2 ഗണമെന്ന് പറഞ്ഞാൽ, ഒരു ഗണം അഭിഷേകമുള്ള അച്ഛന്മാർ, വേറെ ഗണം അഭിഷേകം ഇല്ലാത്ത അച്ഛന്മാർ. ഞാൻ കഴിഞ്ഞ വർഷം ഹീലിംഗ് ഹാൻഡ്സിൻ്റെ കോൺഫറൻസിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം പിടികിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ അഭിഷേകമുള്ള അച്ഛൻ? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഇന്ന അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറമ്പിൽ കൂടുതൽ വാഴക്കൊല ഉണ്ടാകുമെങ്കിൽ ആ അച്ഛനാണ് അഭിഷേകമുള്ള അച്ഛൻ. മറ്റേ അച്ഛൻ വലിയ അഭിഷേകമൊന്നുമില്ല. കാരണം എന്താണ്? ആ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വാഴ മുളയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഞാനിനി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വാഴകൾ കുലയ്ക്കണമേ എന്ന്. അപ്പോൾ അഭിഷേകമുള്ള അച്ഛനെയും അഭിഷേകമുള്ള അല്ലാത്ത അച്ഛന്മാരെയും ജനങ്ങൾ തിരിക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ടല്ല ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു ദൈവജനം ഇല്ലാത്ത സമയത്തും അദൃശ്യമായ ഇൻവിസിബിളായ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ഒരു വൈദികൻ ബലിയർപ്പിക്കുന്നത്. ഒരു സമർപ്പിത സത്യത്തിൽ അവരുടെ ജനത്തിന് വേണ്ടി മാത്രമല്ല, ജനം മുഴുവൻ അവരെ നിരാകരിക്കുന്ന സമയത്തും അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്തും ആത്യന്തികമായി അവളെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവനെ തെരഞ്ഞെടുത്ത വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം കൊടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. മനുഷ്യർ ഇന്ന് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും, നാളെ നിങ്ങളെക്കുറിച്ച് മാറ്റി പറയും. മനുഷ്യർ ഇന്ന് നമ്മളെ കൊള്ളാമെന്ന് പറയും, നാളെ മാറ്റി പറയും. അപ്പോൾ മനുഷ്യരുടെ വാക്കിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, മറിച്ച് നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ അറിയേണ്ടത് തെരഞ്ഞെടുത്തവരെ നോക്കിക്കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പല പ്രാവശ്യം പ്രാർത്ഥനയുടെ നേരത്ത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. പക്ഷേ ദൈവ ശുശ്രൂഷയിൽ നിന്ന്, ഈശോയുടെ മിനിസ്ട്രികളിൽ നിന്ന് നമ്മൾ പലപ്പോഴും പിൻവാങ്ങാനും പലപ്പോഴും മരവിച്ച മനുഷ്യരെ പോലെ ആകുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തിരിച്ചറിവ് നമ്മൾ കളയുന്നു എന്നുള്ളതാണ്. ഈ സമയം കർത്താവേ, ഞാനും നിങ്ങളുമെല്ലാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവാചികയുണ്ട്. അവൾ എസ്തേറാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. എസ്തേർ എന്ന് പറയുന്ന വ്യക്തി ബൈബിളിൽ വളരെ ശ്രദ്ധേയമായ സ്ഥാനം പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. സഹോദരങ്ങളെ, സത്യത്തിൽ അവൾ ഒരു അനാഥ ബാലികയായിരുന്നു. അവൾക്ക് വീടും പേരുമൊന്നുമില്ല. അവളുടെ വളർത്തപ്പനായ മൊർദെഖായാണ് അവളെ വളർത്തുന്നത്. അവളെ വളർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇസ്രയേൽ ജനം മുഴുവൻ പേർഷ്യൻ ആധിപത്യത്തിൻ്റെ കീഴിലാണ്. പേർഷ്യൻ ആധിപത്യത്തിൻ്റെ കീഴിലായതുകൊണ്ട് അവിടുത്തെ രാജാവിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അങ്ങനെ ഈ ജനത്തെ ഈ രാജാവിൽ നിന്നും ഈ അടിമത്തത്തിൽ നിന്നും മാറ്റാൻ കഴിയുമെന്നും ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ച് ഇസ്രയേൽ ജനം, പല വിധത്തിൽ ആലോചനകൾ നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് പേർഷ്യൻ രാജാവിന് സ്വന്തം ജീവിത പങ്കാളിയോട് താല്പര്യം കുറയുന്നു. അവന്റെ കണ്ണ് മുഴുവൻ മൊർദെഖായിയുടെ വളർത്തുപുത്രിയായ എസ്തേറിൽ ചെന്ന് പെടുകയാണ്. എസ്തേറിനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മൊർദെഖായോട് ദൂതന്മാർ വഴിയായി രാജാവ് വിവരം അറിയിച്ചു. അപ്പോൾ മൊർദെഖായി ഇവളെ ഒരുക്കുകയാണ്. നീണ്ട 12 ആഴ്ചക്കാലം
പ്രാർത്ഥിച്ചും തപസ്സനുഷ്ഠിച്ചും സൗന്ദര്യ വർത്തക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് രാജാവിന് ഏറ്റവും പ്രീതികരമായ സമ്മാനമായി നിന്നെ തന്നെ കൊടുക്കണം. ഈ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കണം. അതുകൊണ്ട് നീ ഒരുങ്ങി പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറഞ്ഞു വിടുകയാണ്. അവൾ പോയി ഒരുങ്ങി അവിടെ ചെന്നു. അയാൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് എസ്തേറിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. സഹോദരങ്ങളെ, ഈ സമയത്തും ഇസ്രായേൽ ജനം നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഈ അടിമത്തത്തിൽ നിന്ന്, ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവമേ, ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. അതിനുള്ള ചില വഴികൾ നീ പറഞ്ഞു തരണം. അതിനുള്ള ചില സംവിധാനങ്ങൾ നീ ഒരുക്കണം. ഈ സമയത്ത് മൊർദെഖായി തൻ്റെ വളർത്തുപുത്രിയായി, ഇന്ന് രാജാവിൻ്റെ രാജ്ഞിയായി ഇതാ കൊട്ടാരത്തിൽ വസിക്കുന്ന മകളോട് ഒരു ദൂത് പറയുന്നു. ആ ദൂതാണ് എസ്തേറിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലയോ മകളെ എസ്തേറെ, നീ ഇന്ന് എല്ലാ സമൃദ്ധിയിലും കഴിയുകയാണ്. പക്ഷേ ഇതുപോലൊരു സ്ഥാനം നിനക്ക് ദൈവം തന്നത് എന്തിനാണ് എന്ന് നീ മറക്കരുത്. ഈ സമയത്ത് നീ മൗനം പാലിച്ചാൽ ദൈവജനത്തെ രക്ഷിക്കാൻ ആര് കടന്നു വരും? ഈ സമയം നിങ്ങൾ മൗനം പാലിച്ചാൽ, ഈ സമയം നിങ്ങൾ വെറുതെ ഇരുന്നാൽ ദൈവജനത്തെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നുഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആര് കടന്നു വരും? സഹോദരങ്ങളെ, അനാഥ ബാലികയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു സാധാരണക്കാരിയായ എസ്തേറിനെ കുറിച്ചുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വപ്നം ഇത്ര കണ്ട് വലുതാണെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എത്രയോ വിശാലമായിരിക്കണം. വിജാതീയ രാജാവായ ഫറവോയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം വളരെ വിശാലമാണെങ്കിൽ, അനാഥയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം വളരെ വിശാലമാണെങ്കിൽ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് എന്ന് സഹോദരങ്ങളെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടമാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഒരുപക്ഷെ ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഒരാളുടെ പ്രസംഗത്തിൻ്റെ ശബ്ദമാധുരി നഷ്ടപ്പെട്ടേക്കാം. പാട്ടുകൾ പാടുന്ന ഒരു വ്യക്തിയുടെ താളം നാളെ നഷ്ടപ്പെട്ടേക്കാം. ഒരു ദൈവ ശുശ്രൂഷകൻ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ വന്നുപോയേക്കാം. ഒരുപക്ഷെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഓർക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അവർക്ക് എന്നും ശുശ്രൂഷയ്ക്കുള്ള സാധ്യതയുണ്ട്, എന്നും കുതിച്ചു പായാനുള്ള അവസരമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി വചനപ്രഘോഷണവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ ഒരു നോട്ടീസ് ബോർഡ് വന്നത് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ്റെ പേരിലുള്ള ഒരു നോട്ടീസായിരുന്നു. അല്ലെങ്കിൽ ഒരു ബാനർ ആദ്യമായി കെട്ടിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ വർഷം അദ്ദേഹം അതിനു മുമ്പ് സന്ദർശിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. ഇക്കഴിഞ്ഞ വർഷം 2016 ആണ്ട് ജൂൺ മാസം ജൂലൈ മാസമായപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ ഒരുപാട് വീടുകളിൽ ചെന്നു. ഈ വീടുകളെന്ന് പറയുന്നത് ആദ്യ നാളുകളിൽ അവിടെ ഒന്നും പള്ളികൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും സീറോ മലബാർ സഭയുടെ, മലയാളി സഭകളുടെയോ യാക്കോബായ സഭകളുടെയോ ഒന്നും തന്നെ സ്വന്തമായ പള്ളികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പള്ളികളൊന്നുമില്ലാത്തത് കൊണ്ട് മിക്കവാറും ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നത് വീടുകളിലാണ്. വലിയ വീടുകളായതുകൊണ്ട് ആ വീടുകളുടെ ചെറിയ ഒരു ഭാഗമൊക്കെ എടുത്ത് അവിടെ അൾത്താരയൊക്കെ ഉണ്ടാക്കി ചില പ്രാർത്ഥനാ മുറികൾ അതിനുവേണ്ടി തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടായിരുന്നു ശുശ്രൂഷകൾ നടത്തിക്കൊണ്ട് പോയത്. ഈ അച്ഛൻ തീരുമാനിച്ച തീരുമാനം എങ്ങനെയാണ്? എൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട തലത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യേണ്ട സമയമായി. സഹോദരങ്ങൾ, അദ്ദേഹം എടുത്ത തീരുമാനം എന്താണെന്നറിയാവോ? അമേരിക്കയിലും UK യിലുമുള്ള ആദ്യ കാലങ്ങളിൽ സന്ദർശിച്ച എല്ലാ വീടുകളിലേക്കും അദ്ദേഹം പോയി. ആ അനുഗ്രഹീതനായ ദൈവദാസൻ, ദൈവ ശുശ്രൂഷകൻ അവിടെ ചെന്നത് എല്ലാവരോടും നന്ദി പറയാനായിരുന്നു. ഒരു പ്രധാനപ്പെട്ട സുവിശേഷ മേളയിലും അദ്ദേഹം സംസാരിച്ചില്ല. എന്നിട്ട് ഞങ്ങളെപ്പോലെ അവിടെ വർക്ക് ചെയ്യുന്ന ജൂനിയേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ പോലെ പോകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ആശീർവാദം മേടിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് നാണം തോന്നി. ദൈവമേ, ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യം നോക്കിയേൻ. ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ സമയം എത്തിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരും സംശയത്തോടെ വീക്ഷിച്ച കാലത്ത് ഇന്ന് സുവിശേഷ ശുശ്രൂഷ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ ഒരു എസ്റ്റീംഡായ ഒരു പൊസിഷനാണ്. എന്നാൽ അതൊന്നുമില്ലാത്ത കാലത്ത് വീടുകൾ തുറന്ന് സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നവരുടെ അടുത്ത് എന്ന്
നന്ദി പറഞ്ഞ് ഉപകാരം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പിൻവാങ്ങുക എന്ന് പറഞ്ഞ് ഇത് നമ്മൾ എവിടെ പോയി അദ്ദേഹത്തെ നോക്കിയാലും കണ്ടെത്തില്ല. മറിച്ച് അവിടെയുള്ള ആശ്രമത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിലായി കൂടുതൽ സമയം ചെലവഴിക്കുകയാണ്. ഒരു കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ശക്തിയാണത്, വിലയാണത്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് നിരാശക്കിടമില്ല, അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രതിസന്ധിയുടെ നേരത്തും അവർ തളരേണ്ട ആവശ്യമില്ല. നമ്മളെ പിടിച്ചുയർത്തുകയും ഉയർത്തുന്നതിൻ്റെ ഇരട്ടി സ്പീഡിൽ താഴ്ത്തുകയും ചെയ്യുന്ന ലോകമാണ് നമ്മുടെ ലോകം. അപ്പം അത് നോക്കിക്കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് ഞാനും നിങ്ങളും കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് അതിനു വേണ്ടി അവന് വേണ്ടി ജീവിക്കാനുള്ള ഊർജം നിരന്തരം സമ്പാദിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. സഹോദരങ്ങളെ, എസ്തേറിനോട് മൊർദെഖായിലൂടെ പറഞ്ഞ വാക്ക് ഇന്ന് കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ കാലയളവിൽ എന്തെങ്കിലും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കുമേ കഴിയൂ. തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് ചിന്തയുള്ള നമുക്കേ കഴിയൂ. വി ആർ ദ ചോസൺ വൺസ്. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ലോകം വളരെയധികം വിപരീതമായൊരു സാഹചര്യത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എലക്ഷൻ നടക്കുന്നത്. നമ്മളുടെയോ നമ്മളുടെ കഴിഞ്ഞ 3-4 തലമുറക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ ഒരിക്കലും കേൾക്കാത്ത സംഭവമാണ് ഒരു മാർപ്പാപ്പ രാജിവെക്കുക എന്നുള്ളത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ രാജിവെച്ച് ഏറെ വിപരീതമായ ഒരു സാഹചര്യത്തിലൂടെ സഭ പോകുന്ന നേരത്താണ് അവിടെ കോൺക്ലേവ് നടക്കുന്നത്, കാർഡിനൽസ് കൂടിക്കൊണ്ട് മാർപ്പാപ്പയുടെ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമീപത്തിരുന്ന ലാറ്റിൻ അമേരിക്കയിലെ ഒരു ബിഷപ്പ്, ഒരു കർദിനാൾ, ആ കർദിനാളിന് മനസ്സിലായി തൻ്റെ സമീപത്തിരിക്കുന്ന ജോർജ് ബെർഗോളിയോ എന്നുള്ള കർദിനാളാണ് അടുത്ത മാർപ്പാപ്പയായി നിയോഗിക്കപ്പെടാൻ പോകുന്നത്. ജോർജ് ബെർഗോളിയോയുടെ ചെവി അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജോർജ് ബെർഗോളിയോ, പിതാക്കന്മാരുടെ കണ്ണുകൾ മുഴുവൻ അങ്ങയിലേക്കാണ്. കാരണം 2 പ്രാവശ്യം വോട്ടിട്ട് കഴിഞ്ഞു. 3ാമത്തെ പ്രാവശ്യമുള്ള വോട്ടിന് നമ്മൾ ഒരുങ്ങുകയാണ്. കർദിനാൾ ജോർജ് ബെർഗോളിയോ, എല്ലാവരുടെ കണ്ണുകളും അങ്ങയിലേക്കാണ്, സ്വർഗത്തിലെ പിതാവിൻ്റെ കണ്ണുകളും അങ്ങയിലേക്കാണ്. എന്നിട്ട് ഒരു ഉപദേശം കൂടി കൊടുത്തു. ഉപദേശം എങ്ങനെയാണ്? പിതാവേ, അങ്ങേക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങേക്ക് മാത്രമേ ഈ കാലയളവിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. സഹോദരങ്ങളെ, അദ്ദേഹം മാർപ്പാപ്പയായി ആദ്യത്തെ ഡിന്നർ കാർഡിനൽസ് ഒരുമിച്ചുകൊണ്ട് നടത്തുകൊണ്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ദൈവത്തിന് എന്നിലൂടെ ചിലത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം എൻ്റെ സമീപത്തിരുന്ന കാർഡിനൽ എനിക്ക് തന്നു. അത് ഞാൻ സ്വീകരിക്കുന്നു. ഇതാ, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇതൊരു മാർപ്പാപ്പയെ നോക്കിക്കൊണ്ട് മാത്രമല്ല, ഒരു വൈദികനെയോ ഒരു സിസ്റ്ററെയോ നോക്കിക്കൊണ്ട് മാത്രമല്ല, ഏതൊരു ദൈവത്തിൻ്റെ മകനെയും മകളെയും നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ പിതാവിന് പറയാനുള്ളത് ഇതാണ് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ സഹായം എന്ന ആവശ്യമുണ്ട്, കർത്താവിന് നമ്മുടെ സഹായം എന്ന ആവശ്യമുണ്ട്. നമ്മളെ കൂടാതെ അവൻ്റെ പദ്ധതികൾ ഇന്ന് പൂർത്തിയാക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സമുദ്രം പോലെ ജനമുണ്ട്, പക്ഷെ ഓർക്കണം, ഒരു മിസ്ഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു മിസ്ഡ് ഡ്രോപ്പ് തന്നെയാണ്. സമുദ്രം വളരെ വിശാലമാണ്, പക്ഷേ ആ സമുദ്രത്തിൽ ഒരു ഡ്രോപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് മിസ്ഡ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് വിശ്വാസി സമൂഹത്തിൽ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ മാറി നിന്നാൽ നമ്മുടെ കർത്താവിന് വേദനയുണ്ടാകും. കാരണം നമ്മളിലൂടെ പൂർത്തിയാകേണ്ട സ്വർഗത്തിലെ പദ്ധതി സ്വർഗത്തിലെ പിതാവിനൊരു പക്ഷെ നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഈ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ. സഹോദരങ്ങളെ, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ ഈ സമയം കാണുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, ദൈവം പറയുന്നത് അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുന്ന വ്യക്തി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വൈദികർ സിസ്റ്റേഴ്സുമൊക്കെ പ്രത്യേകിച്ച് റിലീജിയസ് കമ്മ്യൂണിറ്റികളാണെങ്കിൽ അവർ 3 വ്രതങ്ങൾ എടുക്കാറുണ്ട്. ഒന്ന് ദാരിദ്ര്യം,
മറ്റൊന്ന് ബ്രഹ്മചര്യം, 3 അനുസരണം. അൽമായരായ വ്യക്തികളെന്ന് പറഞ്ഞാൽ ഏത് വ്രതമായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്? സഹോദരങ്ങളെ, ഏറ്റവും പ്രശ്നം പിടിച്ചത് അനുസരണമാണ്. ഏറ്റവും പ്രശ്നം പിടിച്ചത് അനുസരണമാണ്. നമ്മളെ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് നമ്മൾ അനുസരിക്കും. ഉദാഹരണത്തിന് എന്നോട് പറയുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനം ഒഴിയുന്നു, അതുകൊണ്ട് ബഹുമാനപ്പെട്ട റോയി അച്ഛനെ മാർപ്പാപ്പയാണെന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഞാനിങ്ങനെ കുനിയും. എളിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിൽ എളിമയില്ല, പക്ഷേ എളിമ ഒന്ന് ശരീരത്തിൽ കാണിക്കണ്ടേ. അയോഗ്യദാസനാണെങ്കിലും ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറയും. സഹോദരങ്ങളെ, മാർപ്പാപ്പയുടെ സ്ഥാനം ഒഴിഞ്ഞ് നമ്മൾ റെഡിയാണ് അതനുസരിക്കാൻ. അല്ലെങ്കിൽ മാർപ്പാപ്പ ഇന്നത് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇന്ന വ്യക്തിയിലൂടെ സംസാരിക്കുന്നു എന്നുള്ളത്, നമ്മൾ അധികാരികളായിക്കൊള്ളട്ടെ, നമുക്ക് പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, അല്ലാത്തവരായിക്കൊള്ളട്ടെ, സഹോദരങ്ങളെ, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഏറ്റവും വേദനാജനകമായ സുഹൃതം എന്ന് പറയുന്നത് അനുസരണമാണ്. അനുസരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരു പക്ഷേ വലിയ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കും. നിങ്ങൾക്കറിയാവോ, അൾത്താരയിൽ അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പേജ് മറച്ചു തരാൻ, ഉദാഹരണത്തിന് അച്ഛൻ വായിക്കുന്ന തക്സയിലെ പേജ് വായിച്ചു തരാൻ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന അച്ഛന്മാർ കോമ്പറ്റീഷൻ നടത്തും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും മറച്ചു കൊടുക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു പിതാവാണ് കുർബാന ചെല്ലുന്നതെങ്കിൽ ഞങ്ങൾ വാദിപ്പോടെ അത് ചെയ്യും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറൊരു പ്രശ്നത്തിലാണ് ചെന്നുവിടുന്നതെങ്കിലോ, വേറൊരു സാഹചര്യത്തിലാണെങ്കിലോ, നമ്മൾ ഒരിക്കലും അനുസരിക്കാനോ നമ്മളെ തന്നെ വിധേയപ്പെടുത്താനോ എളുപ്പപ്പെടുത്താനോ നമ്മൾ തയ്യാറാകില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞത്, സഹോദരങ്ങളെ, വലിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വലിയവരുടെ മുമ്പിൽ ചിലത് നമ്മൾ അനുസരിക്കും. പക്ഷേ എളിയവരുടെ മുമ്പിൽ അനുസരിക്കാൻ നമുക്ക് വലിയ മടിയാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണമെന്ന്. ഏറ്റവും വേദനാജനകവും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സുഹൃതമാണ് അനുസരിക്കുക എന്നുള്ളത്. ഒരു ബലിയിൽ ഞാൻ അർപ്പിക്കുന്നത് കാഴ്ച വസ്തുക്കളാണെങ്കിൽ അനുസരണത്തിൽ ഞാൻ അർപ്പിക്കുന്നത് എൻ്റെ ഈഗോ തന്നെയാണ്, എൻ്റെ അഹന്ത തന്നെയാണ്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ മേലുള്ള മറ്റൊരാളുടെ മേൽക്കോയ്മയാണ് എൻ്റെ അനുസരണം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഞാൻ വിധേയപ്പെടുന്നതാണ് എൻ്റെ അനുസരണം എന്ന് പറയുന്നത്. ഞാൻ കാഴ്ച വസ്തുക്കൾ അർപ്പിച്ചാൽ മതി ബലിയിൽ, പക്ഷേ അനുസരണത്തിൽ ഞാൻ എന്നെ തന്നെ അർപ്പിക്കണം. അതുകൊണ്ടാണ് അനുസരണം ഏറെ ബുദ്ധിമുട്ടുള്ള സുഹൃതമായി അനുഭവപ്പെടുന്നത്. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ പുണ്യം, അവൻ അനുസരിക്കാൻ പഠിക്കണം. അവൻ ആരെ അനുസരിക്കണം? ബൈബിളിൽ ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്ക്, അബ്രാഹത്തെ പോലെ തന്നെ പുത്രനായ ഇസഹാക്കിനും ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമിയെല്ലാം വളരെ മനോഹരമായി നയിച്ച് ഇസഹാക്കിൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഇസ്രയേലിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടാകുന്നത്. ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രയേലിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈജിപ്തിലേക്ക് പോയി. കാരണം അവിടെ സമൃദ്ധിയാണുള്ളത്. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഇതാ ഇസഹാക്ക് തൻ്റെ മക്കളോടും കൂട്ടരോടും എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നമുക്കും പോകാം ഈജിപ്തിലേക്ക്. ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ തലേ രാത്രി ഇസഹാക്കിന് ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്? ഇസഹാക്ക്, നീ ഈ ഇസ്രായേൽ വിട്ട് പോകരുത്, ഈ ദേശം വിട്ട് നീ പോകരുത്, നീ ഇവിടെ തന്നെ വിതയ്ക്കണം, ഇവിടെ തന്നെ നിനക്ക് കൊയ്തെടുക്കാനായിട്ട് കഴിയും. സഹോദരങ്ങൾ, ഇത് പറയുന്ന നേരത്ത് മഴയില്ല, തരിശു ഭൂമിയാണ്, മൃഗങ്ങൾ പലതും ചത്തൊടുങ്ങി, ഒരു വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഈ നേരത്താണ് ഉൽപ്പത്തി പുസ്തകം 26:12 പറയുന്നത്, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ കഴിയുക. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, ഇസഹാക്ക് ചെയ്ത കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ദൈവം ഇത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അനുസരിക്കും. അവൻ പോയില്ല, അവൻ അവിടേക്ക് പോയില്ല. സംഭവിച്ചത് എന്താണെന്നറിയാവോ? ബൈബിൾ കുറച്ചുകൂടി തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആ തരിശു ഭൂമിയിൽ ഇസഹാക്കിൻ്റെ ഭൃത്യന്മാരും വിതച്ചു. ബൈബിൾ പറയും, അന്ന് അവർ കൊയ്തെടുത്തത് 100 മേനിയാണ്. യേശു വിതക്കാരൻ്റെ ഉപമ പറയുന്നിടത്ത് പോലും ചിലർക്ക് 30 മേനിയോ 60 മേനിയോ കിട്ടിയുള്ളൂ. എന്നാൽ ദൈവം പറയുന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ, അത് തരിശു ഭൂമിയാണെങ്കിലും ചോദ്യം ചെയ്യാതെ
അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, കംപ്ലീറ്റായി സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ മേൽ വലിയ ഇടപെടൽ നടത്തുകയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ ഏറ്റവും പ്രഥമമായി സൂക്ഷിക്കേണ്ടത് ഇതാ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ചിന്തയാണ്.